നല്ല അപകടമോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതെ, അപകടങ്ങൾ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരള തീരത്തെ ഉണ്ടായ കപ്പലപകടത്തെക്കുറിച്ച് പറയാം. 2025 മെയ് 25 കൊച്ചി തീരത്തിന് സമീപം ലിബേറിയൻ പതാകയിലുള്ള MSC എൽസ 3 എന്ന കണ്ടെയ്നർ കപ്പൽ അപകടത്തിൽപ്പെട്ടു. വിഴിഞ്ഞം മുതൽ കൊച്ചി വരെ യാത്ര ചെയ്യുന്നതിനിടയിൽ 38 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കപ്പൽ ഒരു ചുഴിയിൽപ്പെടുകയും ഹോൾഡിൽ വെള്ളം കയറിയതിനെ തുടർന്നുള്ള സാങ്കേതിക തകരാറ് മൂലമാണ് കപ്പൽ 26 ഡിഗ്രി ചരിഞ്ഞ് പിന്നീട് കടലിൽ മുങ്ങിപ്പോകാൻ കാരണമെന്നാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടർ വ്യക്തമായിട്ടുള്ളത്. കപ്പലിലുണ്ടായിരുന്ന 24 അംഗ ജീവനക്കാരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ഇനിയും പറയുന്നത് ഈ അപകടം നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നാണ്. എപ്പോഴാണ് ഒരു അപകടം ദുരന്തമായി മാറുന്നത്? അപകടത്തിൽ നികത്താനാവാത്ത നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴല്ലേ. എന്നാൽ കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്ന് അതിലെ 24 ജീവനക്കാരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മുടെ കോസ്റ്റ് ഗാർഡും നമ്മുടെ നേവിയും ചേർന്ന് രക്ഷിച്ചു. അതിനാൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ല. പിന്നീടുള്ള സാമ്പത്തിക നഷ്ടമാണ്. എന്നാൽ ഈ കപ്പലിന് വലിയ തുകയുടെ ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ജീവനക്കാർക്കുണ്ട് ഇൻഷുറൻസ്, അതോടൊപ്പം അതിൽ ഓരോരോ കണ്ടെയ്നറിനും ഇൻഷുറൻസ് ഉണ്ട്. അതിനാൽ ഈ കപ്പലിൻ്റെ മുതലാളിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ജീവൻ പൊലിയാത്ത, സാമ്പത്തിക ബാധ ഉണ്ടാകാത്ത ഈ അപകടം ഒരു ദുരന്തമാകാത്തിടത്തോളം കാലം ഇതൊരു നല്ലൊരു അപകടമല്ലായിരുന്നു. കപ്പൽ ചരിയുന്നതിനും മുങ്ങുന്നതിനുമുള്ള പ്രധാന ടെക്നിക്കൽ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അസമമായ ചരക്ക് വിതരണമാണ്. കപ്പലിൻ്റെ ഒരു ഭാഗത്ത് അധിക ഭാരമുള്ള ചരക്കുകൾ നിറച്ചാൽ മറുഭാഗത്ത് തത്തുല്യമായി വെള്ളം നിറയ്ക്കും. സാധാരണ രീതിയിൽ ഒരു ഭാഗത്തെ ചരക്കിരിക്കുമ്പോൾ തത്തുല്യമായി മറ്റു ഭാഗത്ത് വെള്ളം നിറയ്ക്കുന്നത് മൂലം കപ്പലിൻ്റെ ബാലൻസ് നിലനിർത്താനാവും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നീടുള്ളത് കപ്പലിൻ്റെ ഘടനാപരമായ തകരാറുകളാണ്. ഹാൾ, കീലുകൾ അല്ലെങ്കിൽ മറ്റ് ഘടനാപരമായ ഭാഗങ്ങളിൽ ഉണ്ടായ തകരാറുകൾ കപ്പലിൻ്റെ ബാലൻസിനെ ബാധിക്കും. അത് അപകടത്തിന് കാരണമാകും. പിന്നീടുള്ളത് കപ്പലിൻ്റെ വാതിലുകൾ, ഹാച്ചുകൾ എന്നിവ ശരിയായി അടച്ചില്ലെങ്കിൽ വെള്ളം അതുവഴി കപ്പലിനുള്ളിൽ പ്രവേശിക്കും, കപ്പൽ മറിയാൻ കാരണമാകും. പിന്നെ കപ്പലിൻ്റെ വായു പമ്പുകൾ ശരിയായി പ്രവർത്തിക്കാത്തതും കപ്പലിൻ്റെ ബാലൻസിനെ ബാധിക്കും. പിന്നീട് കപ്പലിൻ്റെ ആകൃതിയിലുണ്ടായ മാറ്റങ്ങളും കപ്പലിൻ്റെ തുലാസിനെ ബാധിക്കാറുണ്ട്. മാനുഫാക്ചറിങ് എഫക്റ്റ് അത് സാധാരണ രീതിയിൽ കാണാറില്ല. പിന്നീടുള്ളത് കപ്പലിൻ്റെ ഉപകരണങ്ങളുടെ തകരാറുകളാണ്. കപ്പലിൻ്റെ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റെബിലൈസറുകൾ ശരിയായി പ്രവർത്തിക്കാത്തത് കപ്പൽ ചരിയാൻ കാരണമാകാറുണ്ട്. മാനുവലായുള്ള പിഴവുകളും ചില സമയങ്ങളിൽ കപ്പലിൻ്റെ അപകടത്തിന് കാരണമാകും. കപ്പലിൻ്റെ പ്രവർത്തനത്തിൽ മനുഷ്യരുടെ പിഴവുകൾ, ഹ്യൂമൻ എറേഴ്സ് കപ്പലിൻ്റെ തുലാസിനെ ബാധിക്കാറുണ്ട്. കാലാവസ്ഥ സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശക്തമായ കാറ്റ്, തിര, മഴ, ചുഴി എന്നിവ അപകടത്തിന് കാരണമാകാം. ക്യാപ്റ്റൻ പറയുന്നതിനനുസരിച്ച് സംഭവത്തിന് കാരണം കാലാവസ്ഥ സാഹചര്യങ്ങളാണെന്നാണ്. കൂടുതൽ എൻക്വയറിക്ക് ശേഷമേ പൂർണ്ണമായ ഒരു ചിത്രം പുറത്തു വരികയുള്ളൂ. 2025 മെയ് 25 കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 എന്ന ലിബീരിയൻ പതാകയുള്ള കണ്ടെയ്നർ കപ്പലിൻ്റെ കണ്ടെയ്നറുകളിൽ വിവിധ അപകടകാരികളായ ചരക്കുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കപ്പലിൽ ആകെ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ 13 എണ്ണം അപകടകാരികളായ ചരക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 12 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് അടങ്ങിയിരിക്കുന്നു. കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ പ്രതികരിച്ച് അസിഡിലിൻ എന്ന ജ്വലനക്ഷമമായ വാതകം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. ഇത് തീപിടുത്തത്തിനും സ്ഫോടനത്തിനും കാരണമാകാൻ സാധ്യതയുണ്ട്. ഈ കപ്പലിൽ ഏകദേശം 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിൽ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇവയുടെ ചോർച്ച കടൽ ജലത്തിൽ വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ചില കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരത്ത് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 31 മുതൽ 35 കണ്ടെയ്നറുകൾ വരെ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. കേരള സർക്കാർ തീരദേശ പ്രദേശങ്ങളിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും ഈ കണ്ടെയ്നറുകൾക്ക് 200 മീറ്റർ ദൂരത്ത് നിന്ന് അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എണ്ണച്ചോർച്ച നിയന്ത്രിക്കാൻ പ്രത്യേക വിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ഉപകരണങ്ങളും ഉപയോഗിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേരള തീരത്തെ കപ്പൽ ചാലിൽ ഒരു കപ്പൽ മുങ്ങിയാൽ നിരവധി ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, നാവിക ഗതാഗതത്തിൽ അത് തടസ്സം സൃഷ്ടിക്കും. മുങ്ങിയ കപ്പൽ ചാലിൽ കിടക്കുന്നത് മറ്റ് കപ്പലുകൾക്ക് കടന്നു പോകാനാവാതെ തടസ്സം സൃഷ്ടിച്ചേക്കാം. തുറമുഖങ്ങൾ വഴിയുള്ള ചരക്കുകളുടെയും ആളുകളുടെയും ഗതാഗതം ഇത് വൈകിപ്പിക്കും. ചിലപ്പോൾ വഴിമാറ്റി വിടാനും ഇത് കാരണമാകും. പ്രത്യേകിച്ച് കൊച്ചി, വിഴിഞ്ഞം പോലുള്ള തിരക്കേറിയ തുറമുഖങ്ങൾക്ക് ഇത് വലിയൊരു ആഘാതമുണ്ടാകും. രണ്ടാമതായി, പരിസ്ഥിതി മലിനീകരണമാണ്. കപ്പലിൽ നിന്നുള്ള ഇന്ധനം അത് ഡീസലാകാം, ഓയിലാകാം. അതേപോലെ തന്നെ കണ്ടെയ്നറുകളിലെ മറ്റ് മെറ്റീരിയലുകൾ കടലിലേക്ക് ചോർന്നാൽ കടലിലെ ജലജീവികൾക്ക് അത് ഭീഷണിയാകും. കടലിൻ്റെയും തീരത്തിൻ്റെയും ഇക്കോസിസ്റ്റത്തിൽ ദീർഘകാലത്തേക്ക് അത് ദോഷം ചെയ്യും. മൂന്നാമതായി, മത്സ്യബന്ധനത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്.
കപ്പൽ മുങ്ങിയ പ്രദേശം ആ തീരത്ത് തന്നെയാണെങ്കിൽ ആ ഭാഗത്ത് മത്സ്യബന്ധനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. മത്സ്യബന്ധനം ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കാനും ഇത് കാരണമാകും. നാലാമത് സുരക്ഷാ ഭീഷണിയാണ്. മുങ്ങിയ കപ്പൽ ഭാഗികമായി വെള്ളത്തിനടിയിലുണ്ടെങ്കിൽ അപകടം തിരിച്ചറിയാതെ ചെറു കപ്പലുകൾ ഇത് ഇടിച്ചിടാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനത്തെയും ഇങ്ങനെയുള്ള അവസരം പല കാരണങ്ങളായി ബാധിക്കാറുമുണ്ട്. അഴിമതി, അശാസ്ത്രീയത, അട്ടിമറി ഇതുപോലുള്ള ആരോപണങ്ങൾ ഇത്തരം സംഭവങ്ങൾ നടന്നു വരുമ്പോൾ കാണാറുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആരുടെ എന്ന ചർച്ചയും അന്വേഷണവും ഉണ്ടാവും. അഴിമതിയുടെയും അശാസ്ത്രീയ സംവിധാനങ്ങളുടെയും അട്ടിമറിയും പോലുള്ള ആരോപണങ്ങൾ ഉയരാൻ ഇത് കാരണമാകാറും ഉണ്ട്. കേരള തീരത്ത് ഒരു കപ്പൽ മുങ്ങുമ്പോൾ നിരവധി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾക്കും ഇന്ത്യയുടെ ആഭ്യന്തര നിയമങ്ങൾക്കും കീഴിലാണ് പരിഗണിക്കപ്പെടുന്നത്. 2025 മെയ് 25 മുങ്ങിയ MSC എൽസ എന്ന ലിബീരിയൻ പതാകയിലുള്ള കണ്ടെയ്നർ കപ്പലിൻ്റെ സംഭവത്തിൽ പ്രധാന നിയമപരമായ വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പരിസ്ഥിതി മലിനീകരണ ഉത്തരവാദിത്തമാണ്. കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും അപകടകാരിയായ ചരക്കുകളുടെ ചോർച്ചയും കടൽ ജലവും തീരദേശവും മലിനീകരിക്കാൻ സാധ്യതയുണ്ട്. ഇത് മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 പാർട്ട് XB പ്രകാരം കപ്പലുടമയ്ക്ക് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ ഇന്ത്യയും ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ സിവിൽ ലയബിലിറ്റി ഫോർ ഓയിൽ പൊല്യൂഷൻ ഡാമേജ് CLCയിൽ 1992 മുതൽ അംഗമാണ് ഇന്ത്യ. ഇതാണ് കപ്പലുടമയുടെ ഉത്തരവാദിത്തം നിർണ്ണയിക്കുന്നത്. അതിനാൽ പരിസ്ഥിതി മലിനീകരണത്തിന് കപ്പലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. രണ്ടാമതായി കപ്പൽ മാലിന്യ നീക്കമാണ്. വ്രെക്ക് റിമൂവൽ. മുൻകൂട്ടി അറിയിക്കാതെ പെട്ടെന്ന് കപ്പൽ മുങ്ങിയാൽ അത് നാവിഗേഷനും പരിസ്ഥിതിക്കും ഭീഷണിയാവും. ഇന്ത്യയാണെങ്കിൽ നെയ്റോബി ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ ദ റിമൂവൽ ഓഫ് വ്രെക്സ് 2007 അംഗമാണ്. ഇത് കപ്പലുടമയെ മാലിന്യ നീക്കത്തിന് ഉത്തരവാദിയാക്കുന്നുണ്ട്. ഇന്ത്യൻ നിയമത്തിൽ മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 പാർട്ട് 13 പ്രകാരം കപ്പലുടമയ്ക്ക് മാലിന്യം നീക്കാൻ ഉത്തരവാദിത്തമുണ്ട്. പിന്നീടുള്ള ഇൻഷുറൻസ് ഉത്തരവാദിത്തങ്ങളാണ്. കപ്പലും ചരക്കുകളും വ്യക്തിഗത ഇൻഷുറൻസ് കീഴിലാണ്. ഇതിൽ ഒന്നാമതായി ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ്. കപ്പലിൻ്റെ ഘടനയും യന്ത്രങ്ങൾ ഉൾപ്പെടെ ഭൗതിക നാശങ്ങൾക്ക് ഈ ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്നുണ്ട്. പിന്നീടുള്ള പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ഇൻഷുറൻസ് ആണ്. ഇതിൽ പരിസ്ഥിതി മലിനീകരണം, മെഡിക്കൽ ചെലവുകൾ എന്നിവയ്ക്ക് സംരക്ഷണം നൽകുന്നു. ഇത് അന്താരാഷ്ട്ര P&I ക്ലബ്ബുകൾ വഴിയാണ് സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടാറുള്ളത്. പിന്നീടുള്ളത് അപകടകാരിയായ ചരക്കുകളാണ്. കപ്പലിൽ കാൽസ്യം കാർബൈഡ് പോലുള്ള അപകടകാരിയായ ചരക്കുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവയുടെ ചോർച്ച വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. ഇത് മർച്ചന്റ് ഷിപ്പിംഗ് പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ബൈ ഹാർംഫുൾ സബ്സ്റ്റൻസ് ക്യാരിഡ് ബൈ സീ ഇൻ പാക്കേജ് ഫോം റൂൾസ് 2010 പ്രകാരം നിയന്ത്രിക്കപ്പെടുന്നു. അപകടകാരിയായ ചരക്കുകളുടെ ചോർച്ചയ്ക്ക് കപ്പലുടമയ്ക്ക് നിയമപരമായ ഉത്തരവാദിത്തം ഇത് നൽകുന്നുണ്ട്. പിന്നീടുള്ള കസ്റ്റംസ് നിയമങ്ങളാണ്. മുൻകൂട്ടി കസ്റ്റംസ് ക്ലിയറൻസ് ലഭിക്കാത്ത ചരക്കുകൾ തീരത്തെത്തുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് കസ്റ്റംസ് ആക്ട് 1962 പ്രകാരമാണ്. ഇത് അനധികൃത ചരക്കുകൾ കൈവശം വെക്കൽ എന്ന കുറ്റം ചുമത്താൻ കാരണമാകാറുണ്ട്. പിന്നീടുള്ളത് അന്വേഷണവും നിയമ നടപടികളുമാണ്. ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പൽ മുങ്ങലിൻ്റെ കാരണം അന്വേഷിക്കും. മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കൊച്ചിയിലുള്ള മറൈൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ അന്വേഷണത്തിൽ പങ്കാളിയാവും. അന്വേഷണത്തിൻ്റെ ഫലത്തിൽ കപ്പലുടമയ്ക്ക് നിയമപരമായ നടപടികൾ നേടേണ്ടി വരും. പിന്നീടുള്ള കാര്യം രക്ഷാപ്രവർത്തന ഉത്തരവാദിത്തമാണ്. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ പ്രകാരം കപ്പലുടമയ്ക്ക് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഇത് മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958 പാർട്ട് 9 പ്രകാരം ഇന്ത്യ പ്രാബല്യത്തിലുമുണ്ട്. ഒരു കപ്പൽ കേരള തീരത്ത് മുങ്ങുമ്പോൾ കപ്പലുടമയ്ക്ക് പരിസ്ഥിതി മലിനീകരണം, മാലിന്യ നീക്കം, ഇൻഷുറൻസ്, കസ്റ്റംസ് നിയമങ്ങൾ, അപകടകാരിയായ ചരക്കുകൾ, രക്ഷാപ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഇന്ത്യയുടെ ആഭ്യന്തര നിയമങ്ങൾക്കും അനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ചുരുക്കം പറഞ്ഞാൽ കപ്പൽ മുതലാളിയുടെ നിയമവിദഗ്ധർക്കും നല്ലതുപോലെ വിയർക്കേണ്ടി വരും. കപ്പൽ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കപ്പലിൻ്റെ കമാൻഡർ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടർ പറഞ്ഞത് സാങ്കേതിക പ്രശ്നങ്ങളാണ് കപ്പൽ ചരിയാൻ കാരണമായതെന്നാണ്. കപ്പൽ മറ്റേതെങ്കിലും കപ്പലുമായി ഇടിച്ചില്ലെന്നും കപ്പലിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ് അപകടത്തിന് കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ വരെ ലഭ്യമായ റിപ്പോർട്ടുകൾ അട്ടിമറി അല്ലെങ്കിൽ മനുഷ്യത്വപരമായ വീഴ്ചകൾ സംബന്ധിച്ച തെളിവുകളൊന്നും സൂചിപ്പിക്കുന്നില്ല. അപകടത്തിൻ്റെ കാരണം സാങ്കേതിക തകരാറുകൾ, കപ്പലിൻ്റെ ആന്തരിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ സാഹചര്യങ്ങൾ ആയിരിക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെയും മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊച്ചിയുടെയും സംയുക്ത അന്വേഷണത്തിന് ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ.